കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ ഈ കിഷ്കിന്ധാകാൻ്റെ 4-ാം സർഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ താരോപദേശം നമുക്ക് കുറേ ഉണ്ട്. അത് മുഴുവൻ വായിക്കേണ്ട, കുറച്ച് ഭാഗം വായിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അധ്യാത്മരാമായണത്തിലത്തെ എഴുത്തച്ഛൻ്റെ എന്തൊരു മലയാളത്തിൽ, പച്ച മലയാളത്തിൽ നമുക്ക് എത്ര നന്നായിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു തന്നിരിക്കണു. താരോപദേശം തുടങ്ങണ ഭാഗമെങ്കിലും കുറച്ച് വായിക്കാം. എന്തിനു ശോകം വൃഥാ തവ കേൾക്കനീ ബന്ധമില്ലേതൂമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്ഥി കൊണ്ടെടോ. വെറും ജഡാണ് ഈ ദേഹം എന്ന് പറയാം, നമ്മൾ കാണുന്ന ദേഹേ. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്ക നീ. നിശ്ചയം ആത്മാവൂ ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ലകൾ അല്ലലുണ്ടായകതൂ നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലിഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയുക നീ. സർവകൻ ജീവനേകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും. ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ള തൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. അതായത് ദേഹാഭിമാനം ഉള്ളിടത്തോളം നമുക്ക് സംസാര ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അത് നമ്മളുടെ അവിവേകം കൊണ്ടാണ് നമ്മൾ ദേഹമാണെന്ന് അഭിമാനിക്കണേ. ശരിക്കും നമ്മൾ ആത്മാവാണ്. അതന്നെ പറയണേ. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. ഇത് ശരിക്കൊരു സ്വപ്നം പോലെയായി തീരും നമുക്ക് ജ്ഞാനോദിക്കുമ്പോൾ. നൂനമനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമപാർത്ഥകമായതും. സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും. മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്ത്വൽകൃത ബന്ധം ഭവിക്കുന്നു. അതായത് ഞാൻ ദേഹമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആത്മാവാണെന്ന് മനസ്സിലാവാതെ ആത്മാവ് മനസ്സിനോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവ് മനസ്സിൻ്റെ സംബന്ധം കൊണ്ടാണ് നമുക്ക് ഈ മനസ്സാണ് ഈ ലോകത്തിന് മുഴുവൻ കാരണം. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും ത്വദ്വർണ്ണമായി വരും. നമ്മൾ ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്രം വെച്ചാൽ അതിൻ്റെ അടുത്ത് എന്ത് കളറ് പൂവോ എന്ത് സാധനം വെച്ചാൽ ആ കളർ അതിൽ പ്രതിഫലിക്കുന്ന പോലെ ഉള്ളൂന്ന്. അതേപോലെയാണ് ആത്മാവ് മനസ്സിൻ്റെ അടുത്ത് വരുമ്പോൾ ആത്മാവും കൂടി അത് അനുഭവിക്കുകയാണെന്ന് പറയണം. അതെങ്കിൽ ആത്മാവ് മനസ്സായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ ഈ മനസ്സ് അനുഭവിക്കണതൊക്കെ ശരിക്കും ഒന്നും അനുഭവിക്കേണ്ടാത്ത ആത്മാവിനെ അനുഭവിക്കേണ്ടി വരും. ഏതുപോലെ ആ
ക്ലിയറായിട്ടുള്ള സ്ഫടികം ശരിക്കും എപ്പോഴും ക്ലിയറായിട്ടിരിക്കണത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് ചോപ്പോ പച്ച അടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് തോന്നുന്ന പോലെ തന്നെ എന്ന് പറയാണ്. വസ്തുതയാ പാർക്കലില്ല തദ്രഞ്ജന ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവൻബലാൽ. ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള സാമീപ്യം കൊണ്ടാണ് ആത്മാവിന് ഈ സംസാരത്തിൻ്റെ ഇതുണ്ടാവണത്. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി. അങ്ങനെ നമ്മൾ സത്വാദി ഗുണങ്ങളാൽ ബദ്ധനായിട്ട് സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. എത്ര ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, കുറേ ഉണ്ട്. പക്ഷേ എത്ര നല്ല പച്ച മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കണു അല്ലേ. ഇപ്പോൾ നമ്മൾ വായിച്ച തന്നെയാണ് പറഞ്ഞത്. ഇപ്പം നമുക്കിനി കിഷ്കിന്ധാകാന്ഡം 4-ാം സർഗത്തിലേക്ക് പോവാം. സാധാരണ എല്ലാ സർഗവും തുടങ്ങണ പോലെ ശിവൻ പറയണതായിട്ടാണ്, ശ്രീപാർവതിയോട് പറയണതാണ് ആദ്യത്തെ ശ്ലോകം. ശ്രീ മഹാദേവ ഉവാച തത്ര വാർഷിക ദിനാനി രാഘവോ ലീലയാമണിഗുഹാസു സഞ്ചരൻ പക്വമൂലഫലഭോഗതോഷിതോ ലക്ഷ്മണേന സഹിതോ വസൽ സുഖം. തത്ര അവിടെ മണിഗുഹാസു, ആ നല്ല ഗുഹ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ, ആ ഗുഹയിൽ ചൂടൊന്നും കാറ്റും തണുപ്പും തട്ടാത്തൊരു ഗുഹ, അതിൽ ലീലയാ സഞ്ചരൻ വിനോദമായി സഞ്ചരിക്കുന്നവനും പക്വമൂല ഫലഭോഗതോഷിത നല്ല പഴങ്ങളും കിഴങ്ങുകളും ഒക്കെ തിന്ന് സന്തോഷിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് സന്തോഷിക്കുന്നവനുമായ രാമൻ ലക്ഷ്മണേന സഹിത ലക്ഷ്മണോട് കൂടിയവനായിട്ട് വാർഷിക ദിനാനി സുഖം അതായത് വർഷക്കാലം മുഴുവൻ ആ ഗുഹയിൽ കഴിച്ചു കൂട്ടിയെന്ന്. അതായത് അവിടെ ആ ഗുഹയിൽ അങ്ങടും ഗുഹയിൽ നിന്ന് പുറത്തേക്കും ഗുഹയുടെ ഉള്ളിലും അങ്ങടും കൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടും നല്ല മധുരമുള്ള പഴങ്ങളും കിഴങ്ങുകളും കായകളും ഒക്കെ ഭക്ഷിച്ചും സന്തോഷിച്ചും കൊണ്ട് ലക്ഷ്മണൻ്റെ കൂടെ രാമൻ വർഷക്കാലം കഴിയുന്നത് വരെ ആ ഗുഹയിൽ താമസിച്ചു. തത്ര വാർഷിക ദിനാനി രാഘവോ ലീലയാമണി ഗുഹാസു സഞ്ചരൻ പക്വമൂലഫലഭോഗതോഷിതോ ലക്ഷ്മണേന സഹിതോ വസൽ സുഖം. വാതനുന്ന ജലപൂരിത മേഘാ നന്തരസ്തനിത വൈദ്യുതഗർഭാൻ വീക്ഷ്യ വിസ്മയമഗാദ് ഗജയൂഥാ ന്യദ്വദാഹിത സുകാഞ്ചന കക്ഷാൻ അന്തരസ്തനിത വൈദ്യുതഗർഭാൻ. അതായത് ഈ മിന്നലിങ്ങനെ ഈ എന്താണ് മേഘത്തിൻ്റെ നടുക്കിങ്ങനെ മിന്നലുണ്ടാവില്ല, എന്നിട്ട് അങ്ങോട്ട് ഇടി വെട്ടുകയല്ലേ ചെയ്യുക. അപ്പോൾ മധ്യത്തിൽ മിന്നിക്കഴിഞ്ഞിട്ടാണല്ലോ മിന്നലാണ് ആദ്യം വന്നിട്ട് പിന്നെയാണല്ലോ നമുക്ക് ശബ്ദം കേൾക്കുക. അപ്പം ആ മിന്നലിൻ്റെ മധ്യത്തിൽ മിന്നലങ്ങടെ മിന്നിക്കഴിഞ്ഞിട്ട് പിന്നെ ആ മിന്നിക്കഴിഞ്ഞിട്ട് മിന്നലിൻ്റെ ഉള്ളിൽ വാതനുന്ന ജലപൂരിത മേഘാൻ കാറ്റ് കൊണ്ട് ഇളകുന്ന ജലം നിറഞ്ഞ മേഘങ്ങളെ ആഹിത സുകാഞ്ചന കക്ഷാൻ സ്വർണമയമായ കയറുള്ള ഗജയൂഥാൻ യദ്വത് ആനക്കൂട്ടങ്ങളെ പോലെ വീക്ഷ്യ കണ്ടിട്ട് വിസ്മയം അഗാദ്. എന്താ പറയണ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇടിയും അകത്ത് മിന്നൽ പ്രകാശമുള്ളവയും മേഘത്തിനെ പറയുക. ഇടയ്ക്കിടയ്ക്ക് ഇടി ഇങ്ങനെ ആ മേഘത്തിന് പുറപ്പെടും, മിന്നൽ കാണാം. അങ്ങനെയുള്ള കാറ്റുകൊണ്ട് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജലം നിറഞ്ഞ ഈ മേഘ സമൂഹങ്ങളെ എന്താണ് ഇവിടെ പറയണത്? മതം കൊണ്ട് ഉറക്ക കരയണ സ്വർണ്ണ ചങ്ങലകളിട്ട ആനക്കൂട്ടങ്ങളെ പോലെ തോന്നി. അത് കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന്. നല്ലൊരു ഉപമ പറഞ്ഞിരിക്കുക. എന്താ അറിയോ? വലിയ കറുത്ത മേഘം, ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ കറുത്ത മേഘം, അതിങ്ങനെ പതുക്കെ നീങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിന്നലും ഉണ്ട്.
അപ്പോൾ ഒരു ആനയുടെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ വരാമല്ലോ. അപ്പോൾ ആനയെ പോലെ പറയുകയാണ്. അപ്പോൾ ഏതുപോലെ വെച്ചാൽ സ്വർണ്ണ ചങ്ങല, അതാ മിന്നലാണ്, സ്വർണ്ണ ചങ്ങല അല്ലെങ്കിൽ സ്വർണ്ണ കയറ് കെട്ടിയിട്ടുള്ള ആനക്കൂട്ടങ്ങളെ പോലെയാണ് ഈ മേഘങ്ങൾ ആകാശത്ത് സഞ്ചരിക്കണമെന്ന് പറയുകയാണ്. വെറുതെ ഒരു പ്രകൃതി ഭംഗി വളരെ നല്ല ഭാവനയോടുകൂടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാശത്ത് മീൻസ് അത്ര മഴക്കാലമല്ലേ, അപ്പോൾ നല്ല ധാരാളം വെള്ളമുള്ള മേഘങ്ങൾ കാറ്റത്ത് പതുക്കെ നീങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടിമിന്നലും ഉണ്ടെന്നേ അർത്ഥമുള്ളൂ. അതിനെ കാണുമ്പോൾ സ്വർണ്ണ കൊണ്ടുള്ള ചങ്ങല കെട്ടിയിട്ടുള്ള ആനകൾ നടക്കുക എന്ന് തോന്നും. വാതനുന്നജലപൂരിത മേഘാൻ അന്തരസ്തനിത വൈദ്യുതഗർഭാൻ വീക്ഷ്യ വിസ്മയമഗാത് ഗജയൂഥാന്യദ്വ അദ്വദാഹിതസു കാഞ്ചന കക്ഷാൻ. 3. നവഖാസം സമാസ്വാദ്യ ഹൃഷ്ടപുഷ്ടമൃഗദ്വിജാഃ ധാവന്ത പരിതോ രാമം വീക്ഷ്യ വിസ്ഫാരിതേക്ഷണ. അങ്ങനെ ആ മേഘം കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ നവഖാസം, അതായത് പച്ചപ്പുല്ലിനെ ആസ്വദിച്ചിട്ട് പച്ചപ്പുല്ല് നല്ലോണം ആസ്വദിച്ചിട്ട് ഹൃഷ്ടപുഷ്ട മൃഗദ്വിജാഹ സന്തോഷിച്ച് നല്ല തിന്നിട്ട് തടിച്ചിരിക്കണ മൃഗങ്ങളും പക്ഷികളും പരിതഹ ധാവന്തഹ 4 ഭാഗത്തും ഓടുന്നത് കണ്ടിട്ട് രാമം വീക്ഷ്യ രാമനെ നോക്കിയിട്ട് വിസ്ഫാരിതേക്ഷണ വിടർത്തിയ നേത്രങ്ങളോടുകൂടി എന്താ അറിയോ, പച്ചപ്പുല്ലൊക്കെ തിന്ന് നല്ല സന്തോഷമായിട്ട് ശരീരമൊക്കെ നല്ല പുഷ്ടിയോടുകൂടി പിന്നെ ഉള്ള മൃഗങ്ങളും പക്ഷികളും 4 ഭാഗത്തും നടക്കുകയാണ്. അപ്പം ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് ഭഗവാന്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രൂപം കണ്ടിട്ട് അവരുടെ കണ്ണുകളൊക്കെ നല്ലോണം വികസിപ്പിച്ച് ഭഗവാനെ തന്നെ നോക്കി നിന്നു. മൃഗങ്ങൾ, അതായത് മോസ്റ്റ്ലി മാനൊക്കെയാണ് പറയണത്, അതായത് ഹിംസമൃഗങ്ങളല്ല, മാനുകളും നല്ല പക്ഷികളും ഒക്കെ നല്ല സുഖമായിട്ടുള്ള പഴങ്ങളും പച്ചപ്പുല്ലൊക്കെ തിന്ന് തടിച്ച് വളരെ സന്തോഷമായിട്ട് അത് കൂടെ നടക്കുമ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കുമ്പോൾ ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ മനോഹര രൂപം കണ്ടിട്ട് അവർ കണ്ണ് തുറന്ന് ഇങ്ങനെ വിസ്മയത്തോടു കൂടി ഭഗവാനെ തന്നെ നോക്കി നിന്നു അവരെന്ന്. നവഖാസം സമാസ്വാദ്യ ഹൃഷ്ടപുഷ്ടമൃഗദ്വിജാഃ ധാവന്ത പരിതോ രാമം വീക്ഷ്യ വിസ്ഫാരിതേക്ഷണ അവനെ വികസിച്ച കണ്ണുകളോടുകൂടി നോക്കിന്ന്. ഈ 4, 5 ന ചലന്തി സദാ ധ്യാനനിഷ്ഠ ഇവ മുനീശ്വരാ രാമം മാനുഷരൂപേണ ഗിരികാനന ഭൂമിഷു ചരന്തം പരമാത്മാനം ജ്ഞാത്വാ സിദ്ധഗണാ ഭുവി മൃഗപക്ഷിഗണാ ഭൂത്വാ രാമമേവാനുസേവിരേ. സദാ ധ്യാനനിഷ്ഠ മുനീശ്വര ഇവ ന ചലന്തി, എപ്പോഴും ധ്യാനത്തിലിരിക്കണ മുനിമാരെ പോലെ ചലിക്കുന്നില്ല. മാനുഷരൂപേണ മനുഷ്യവേഷത്തോടുകൂടെ ഗിരി കാനന ഭൂമിഷു ഈ പർവ്വത പ്രദേശങ്ങളിൽ ചരന്തം രാമം ഇങ്ങനെ സഞ്ചരിക്കുന്ന രാമനെ പരമാത്മാനം ജ്ഞാത്വ പരമാത്മാവാണെന്ന് അറിഞ്ഞിട്ട് സിദ്ധഗണാഹ സിദ്ധന്മാർ ഭുവി മൃഗപക്ഷിണാഹ ഭൂത്വ ഭൂമിയിൽ മൃഗങ്ങളും പക്ഷികളായി ജന്മമെടുത്തിട്ട് രാമമേവ അനുസേവിരെ രാമനെ തന്നെ അനുസേവിച്ചു എന്ന്. എന്താ അറിയോ പറയണേ, ഈ അവിടെ ജന്മെടുത്ത പക്ഷികളൊക്കെ അത്ഭുതം. എന്താ പറയണ വ്യാസഭഗവാൻ ഭഗവാന്റെ സൗന്ദര്യം, അതായത് ശിവാർദിയോട് പറയാൻ കേട്ടോ, ഭഗവാന്റെ സൗന്ദര്യം കൊണ്ട് പിന്നെ ശരിക്കും ഭഗവാന്റെ സൗന്ദര്യം അവരുടെ ഹൃദയം കവർന്നു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ മൃഗപക്ഷികൾ സദാ ഭഗവത് ധ്യാനത്തിൽ ലയിച്ചിരിക്കുകയാണ്. ശ്രീരാമൻ അവിടെ വന്നപ്പോൾ ഭഗവാന്റെ ആ ദൈവീകമായിട്ടുള്ള മനോഹര രൂപം അവരുടെ മനസ്സിനെ ശരിക്കന്നെ അപഹരിച്ചു. അപ്പം ആ മൃഗങ്ങളൊക്കെ സദാ ഭഗവത് ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന മുനീശ്വരന്മാരെ പോലെ ഇളക്കല്ലാതെ നിൽക്കണം. അവർ ഭഗവാനെ തന്നെ നോക്കിയിട്ട് ഇളകാണ്ട കുറേ നേരം നിൽക്കുക. വാസ്തവത്തിൽ എന്താ അങ്ങനെ നിൽക്കാൻ കാരണം വെച്ചാൽ ഇവർ ശരിക്കുള്ള സാധാരണ പക്ഷി മൃഗങ്ങളൊന്നുമല്ല. മനുഷ്യരൂപത്തെ സ്വീകരിച്ചിട്ട് ഇപ്പം പർവ്വതത്തിൽ സഞ്ചരിക്കണ ഭഗവാൻ പരമാത്മാവാണെന്ന് മനസ്സിലായിട്ട് സിദ്ധന്മാർ ഭൂമിയിൽ മൃഗങ്ങളും പക്ഷികളായി വന്നിട്ട്
രാമനെ തന്നെ നിരന്തരം സേവിക്കുകയാണെന്ന്. സാധാരണ ഇപ്പം അതായത് രാമൻ്റെ ഭംഗി കണ്ടിട്ട് അവിടെ നടക്കണ എല്ലാ പക്ഷിമൃഗാദികളെ കണ്ണിമയ്ക്കാതെ വികസിച്ച കണ്ണുകളോടുകൂടി അനവധി നേരം നോക്കി നിൽക്കുകയാണ്. സാധാരണ അങ്ങനെ ചെയ്യില്ലല്ലോ. അവർ ഭഗവാനെ ശരിക്കും പറയാച്ചാൽ മനനം ചെയ്ത് ഭഗവാനെ ധ്യാനിച്ച് നിൽക്കുകയാണ് അവർ. അത് സാധാരണ മൃഗപക്ഷികളല്ല. ഭഗവാൻ അവതരിച്ചത് അറിഞ്ഞിട്ട് ഭഗവാനെ സേവിക്കാനായിട്ട് ആ കാട്ടിലെ മൃഗപക്ഷികളായി ജനിച്ച സിദ്ധന്മാരാണ് അതെന്ന് പറയാണ്. ന ചലന്തി സദാ ധ്യാനനിഷ്ഠ ഇവ മുനീശ്വരാः രാമം മാനുഷരൂപേണ ഗിരികാനന ഭൂമിഷു ചരന്തം പരമാത്മാനം ജ്ഞാത്വാ സിദ്ധഗണാ ഭുവി. ഇത് പരമാത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞിട്ടേ, പരമാത്മാവ് രാമൻ്റെ രൂപമെടുത്ത് അവതരിച്ചിരിക്കുകയെന്ന് മനസ്സിലായിട്ടാണ് മൃഗപക്ഷിഗണ ഭൂത്വ രാമമേ വാനുസേവിരേ, മൃഗപക്ഷികളുടെ ശരീരം എടുത്ത് അവിടെ വന്ന് സേവിക്കുകയാണ്. ഇതൊക്കെ ശ്രീ മഹാദേവൻ ശ്രീ പാർവതിയോട് പറയാണ് കേട്ടോ. സൗമിത്രിരേകദാ രാമേ മേകാന്തേ ധ്യാന തത്പരം സമാധിവിരമേ ഭക്ത്യ പ്രണയാദ്വിനയാന്വിതഃ അബ്രവീദ്ദേവ തേ വാക്യാൽ പൂർവോക്താദ്വിഗതോ മമ അനാദ്യ വിദ്യാസംഭൂത സംശയോ ഹൃദി സംസ്ഥിത. ഏകദാ സൗമിത്രി, ഒരു ദിവസം സുമിത്രാപുത്രൻ ച ലക്ഷ്മണൻ ഏകാന്തേ ധ്യാനതൽപരം രാമം, ഏകാന്തത്തിൽ ധ്യാനിച്ചിരിക്കണ രാമനെ കണ്ടു. അപ്പോൾ സമാധി വിരമേ, അപ്പോൾ ധ്യാനം കഴിഞ്ഞപ്പോൾ, അതായത് ഭഗവാന്റെ സമാധിയുടെ അവസാനത്തിൽ ഭക്തിയ പ്രണയാത് വിനയാന്വിത, ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും പിന്നെ വളരെയധികം വിനയത്തോടു കൂടിയിട്ട് അബ്രവീതി ഇപ്രകാരം പറഞ്ഞു. ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു, ദേവ പൂർവോക്താത് തേ വാക്യാത്, അല്ലയോ എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഭഗവാനെ, മുമ്പ് അങ്ങ് അരുൾ ചെയ്ത ഭഗവാന്റെ വാക്യം കാരണം അനാദ്യവിദ്യാസംഭൂതം, ഈ അനാദിയായിട്ടുള്ള, അതായത് എൻ്റെ അജ്ഞാനം അവിദ്യയിൽ നിന്ന് സംഭവിച്ചതും മമ ഹൃദി സംസ്ഥിത സംശയ, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നതുമായ സംശയം വിഗത, ഇല്ലാതായി. ലക്ഷ്മണൻ ഒരു ദിവസം ശ്രീരാമൻ ധ്യാനനിഷ്ഠനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എന്താ ഏകാന്തത്തിൽ ധ്യാനത്തിലിരിക്കണ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സമാധി ഉണർന്നപ്പോൾ ലക്ഷ്മണൻ വളരെ ഭക്തി ബഹുമാന സ്നേഹപുരസ്സരം നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ ദേവ, അങ്ങ് ഇതിനു മുമ്പ് ചെയ്ത ഉപദേശം കൊണ്ട് എനിക്ക് അജ്ഞാനം നശിച്ചു. അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് അങ്ങ് ഇതിനു മുമ്പ് ഉപദേശിച്ച തത്വങ്ങൾ ശ്രവിച്ചിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ഇല്ലാതെയായി. അവിദ്യ കൊണ്ട്, എൻ്റെ അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു അങ്ങയുടെ വാക്കുകൾ. ഇതിനു മുമ്പ് അങ്ങ് പറഞ്ഞ തത്വങ്ങൾ ശ്രവിച്ചിട്ട് എൻ്റെ ആ അവിദ്യാബന്ധം നിമിത്തം ഹൃദയത്തിലുണ്ടായിരുന്ന എൻ്റെ എല്ലാ സംശയങ്ങളും നശിച്ചു എന്ന് പറഞ്ഞു. അതായത് മുമ്പ് പറഞ്ഞു തന്നത് കേട്ടിട്ടേ, ലക്ഷ്മണോപദേശവും പിന്നെ ഇപ്പോൾ താരെ ഉപദേശിക്കണമൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത്. ശ്രീരാമൻ വെറുതെ ഒരു ദിവസം ശ്രീരാമൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കാതെ ഉണർന്നപ്പോൾ പിന്നെ പറഞ്ഞു, തൻ്റെ സന്തോഷം പറയുകയാണ് ശ്രീരാമനോട്, ഹേ ദേവ, അങ്ങ് മുമ്പ് പറഞ്ഞ വാക്കുകളാൽ എൻ്റെ അജ്ഞാനം നശിച്ചിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ സംശയവും തീരെ നശിച്ചു. സൗമിത്രിരേകദാ രാമമേകാന്തേ ധ്യാനതൽപരം സമാധി വിരമേ ഭക്ത്യ പ്രണയാദ്വിനയാന്വിതാഃ അബ്രവീദ്ദേവതേ വാക്യാൽ പൂർവോക്താദ്വിഗതോ മമ, മുമ്പ് പറഞ്ഞതുകൊണ്ടേ, മമ അനാദ്യവിദ്യാസംഭൂത, അതായത് അവിദ്യാബന്ധം കൊണ്ടുണ്ടായിട്ടുള്ള സംശയോ ഹൃദി സംസ്ഥിത, ഹൃദയത്തിലുണ്ടായിരുന്ന സംശയം നശിച്ചു. ഈ 3 ശ്ലോകം ഒന്നിച്ച് അതും കൂടി ചെയ്ത് നിർത്താം. ഇദാനീം ശ്രോതുമിച്ഛാമി ക്രിയാമാർഗേണ രാഘവ, ഇദാനീം ശ്രോതുമിച്ഛാമി ക്രിയാമാർഗേണ രാഘവ ഭവദാരാധനം ലോകേ യഥാ കുർവന്തി യോഗിന.
ഇതമേവ സദാ പ്രാഹുര്യോഗിനോ മുക്തിസാധനം നാരദോപി തഥാ വ്യാസോ ബ്രഹ്മാ കമലസംഭവ ബ്രഹ്മക്ഷത്രാദിവർണ്ണാനാമാശ്രമാണം ച മോക്ഷദം സ്ത്രീശൂദ്രാണാം ച രാജേന്ദ്ര സുലഭം മുക്തിസാധനം തവ ഭക്തായ മേ ഭ്രാത്രേ ബ്രൂഹി ലോകോപകാരകം. രാഘവ, ഇതാനീം ഹേ രഘുപതേ, ഇപ്പോൾ യോഗീശ്വരന്മാർ ലോകേ ക്രിയാമാർഗേണ ലോകത്തിൽ ക്രിയാമാർഗം കൊണ്ട് യഥാ ഭവത ആരാധനം കുർവന്തി ഏതുവിധം അങ്ങയെ ആരാധിക്കുന്നു ശ്രോതും ഇച്ഛാമി അതിനെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇതം ഏവ ഇതിനെ തന്നെ ഭക്തി സാധനം മുക്തിക്കുള്ള സാധനമായിട്ട് യോഗിനഃ സദാ പ്രാഹു യോഗികൾ അങ്ങനെ പറയാറുണ്ട്. നാരദ വ്യാസ കമലസംഭവ ബ്രഹ്മ അഭി. നാരദനും വ്യാസരനെ ദൈതിന്നതേ നാരദനും വ്യാസരും താമരയിൽ നിന്നുണ്ടായ ബ്രഹ്മാവും അല്ലേ, കമലസംഭവ ബ്രഹ്മ എന്ന് പറഞ്ഞു. താമരയിൽ ജന്മമെടുത്ത ബ്രഹ്മാവും ക്ഷത്രാദിവർണ്ണാനാം ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാം സ്ത്രീശൂദ്രാണാം ച സ്ത്രീകളും ശൂദ്രന്മാർക്കും മോക്ഷത്തെ നൽകുന്നതായിട്ട് പറയുന്നു. രാജേന്ദ്ര, ഹേ രാജശ്രേഷ്ഠ, തവ ഭ്രാത്രേ ഭക്തായാമേ നിന്ദിരിയുടെ സഹോദരനും ഭക്തനുമായ എനിക്കായിക്കൊണ്ട് സുലഭം മുക്തിസാധനം ആ സുലഭമായ മുക്തിസാധനത്തെ ലോകോപകാരകം ബ്രൂഹി ലോകത്തിനും കൂടിയും അത് ഉപകാരമാവുമല്ലോ അങ്ങിപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത് കേട്ടാൽ. അങ്ങനത്തെ ആ മുക്തിസാധനം എനിക്ക് ഉപദേശിച്ചാലെന്ന് പറയാണ്. എന്താണ് ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞാൽ, ഹേ ശ്രീരാമ ഭഗവാനെ, യോഗികൾ ക്രിയാമാർഗത്തിനെ അനുസരിച്ചിട്ട് ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കുക, എങ്ങനെയാണ് ആരാധിക്കുക? യോഗികൾ ക്രിയാമാർഗത്തെ അനുസരിച്ച് ഭഗവാനെ എങ്ങനെ ആരാധിക്കുന്ന അറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. യോഗികൾ ഇങ്ങനെയുള്ള ആരാധന കൊണ്ട് മുക്തി അടയുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അവർ എങ്ങനെയാണ് ആരാധിക്കണം, അവരുടെ ആരാധനാ സമ്പ്രദായം എനിക്ക് പറഞ്ഞു തരൂ. അതുപോലെ ആരാധിച്ചാൽ മുക്തി അടയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നാരദരും വ്യാസമുനിയും നാരദരും വ്യാസമുനിയും ബ്രഹ്മാവും ഒക്കെ ബ്രാഹ്മണ ക്ഷത്രിയാദി ജാതികൾക്കും ഈ എല്ലാ ആശ്രമത്തിലിരിക്കുന്നവർക്കും സ്ത്രീകൾക്കും ശൂദ്രർക്കും ഒക്കെ മോക്ഷത്തെ ദാനം ചെയ്യുന്ന ഒരു മുക്തി സാധനമാണ് ക്രിയാമാർഗം എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലായ്പ്പോഴും മുക്തി സാധനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നാരദരും വ്യാസമുനിയും ബ്രഹ്മാവും ബ്രാഹ്മണ ക്ഷത്രിയ ജാതികൾക്കും, അതായത് ഇവർക്ക് മാത്രമല്ല, നാരദനും വ്യാസനും ബ്രഹ്മാവിനും ബ്രാഹ്മണ ക്ഷത്രിയാദി ജാതികൾക്കുള്ളവർക്കും പല ഗാർഹസ്ഥ്യം 4 ആശ്രമങ്ങളിൽ ജീവിക്കുന്നവർക്കും സ്ത്രീകൾക്കും അതിനൊന്നും സമയമില്ലാതെ പണിയും കുട്ടികളെ നോക്കലുമായിട്ട് നടക്കണ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഒക്കെ മോക്ഷത്തെ സുലഭമായിട്ട് ദാനം ചെയ്യുന്നതാണ് ഈ ക്രിയാമാർഗം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ക്രിയാമാർഗത്തെ എനിക്ക് പറഞ്ഞു തരൂ. അങ്ങയുടെ സഹോദരനാണെന്ന് മാത്രമല്ല, ഞാൻ അങ്ങയുടെ ഭക്തനുമാണ്. അതുകൊണ്ട് ആ ക്രിയാമാർഗത്തെ എല്ലാവർക്കും, നാരദനും വ്യാസനും ബ്രഹ്മാവ് അടക്കം സകലർക്കും മോക്ഷം നൽകുന്ന ആ ക്രിയാമാർഗത്തെ എനിക്ക് പറഞ്ഞു തരൂ. അതങ്ങ് പറഞ്ഞു തന്നാൽ, അത് ഭഗവാൻ അരുളി ചെയ്താൽ അത് ഈ ലോകത്തിന് തന്നെ ഉപകാരമാവും എന്ന് പറയാണ് ലക്ഷ്മണനെ പറഞ്ഞു തരൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വ്യാസഭഗവാൻ എഴുതിയതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ വായിക്കാൻ പറ്റുന്നത് ആ ക്രിയാമാർഗം. അതായത് ക്രിയാമാർഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് യോഗീശ്വരന്മാരെ മുക്തി ലഭിക്കുന്ന വിധത്തിലുള്ള ആരാധന ചെയ്യണത്. അതാണ് മുക്തി ലഭിക്കാൻ തക്കവണ്ണം ആ മഹത്വമുള്ള ക്രിയാമാർഗത്തിലുള്ള അങ്ങേ ആരാധിക്കുന്ന വിധം എനിക്കും കൂടിയും പറഞ്ഞു തരൂ. അതുകൊണ്ട് നാരദനും വ്യാസനും ബ്രഹ്മാവ് അടക്കം എല്ലാവർക്കും മുക്തി ലഭിക്കുന്ന ഒരു ക്രിയാമാർഗമാണ് അതെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. അതെനിക്ക് പറഞ്ഞു തന്നാൽ
എനിക്ക് മാത്രമല്ല ഉപകാരം, ലോകത്തിന് മുഴുവൻ ഉപകാരമാവുന്ന. അപ്പോൾ 8, 9, 10 വായിച്ച് നമുക്കിവിടെ നിർത്താം എന്ന്. ഇതാനീം ശ്രോതുമിച്ഛാമി ക്രിയാമാർഗേണ രാഘവ ഭവദാരാധനം ലോകേ യഥാ കുർവന്തി യോഗിന. എങ്ങനെ യോഗികൾ ആരാധനാക്രമം. ഇതമേവ സദാ പ്രാഹുര്യോഗിനോ മുക്തിസാധനം നാരദോപി തഥാ വ്യാസോ ബ്രഹ്മാകമലസംഭവ ബ്രഹ്മക്ഷത്രാദിവർണ്ണാനാമാശ്രമാണാം ച മോക്ഷദം സ്ത്രീ ശൂദ്രാണാം ച രാജേന്ദ്ര സുലഭം മുക്തിസാധനം തവ ഭക്തായ മേ ഭ്രാത്രേ ബ്രൂഹി ലോകോപകാരകം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ സത്വജ്ഞ ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.